കോഴ ആരോപണത്തെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം താൽക്കാലികമായി നിർത്തി. ഇന്നലെ രാത്രി നടന്ന മാർഗംകളി മത്സരത്തിലാണ് കോഴ ആരോപണം ഉയർന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ രാത്രി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു മാർഗംകളി മത്സരം നടന്നത്. ഈ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തിൽ മാർ VNS കോളേജിനായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിയത്. ഇതിനെതിരെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഈ ജഡ്ജസ് കോഴ വാങ്ങിയാണ് വിധി പ്രഖ്യാപിച്ചതെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. ഇത് കൂടാതെ തന്നെ അവിടെ ഒരു സംഘർഷ സാഹചര്യവും ഉണ്ടായിരുന്നു. ആദ്യ ദിവസം നടന്ന തിരുവാതിര കളിയിലും ഇതേ സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഈ മത്സരത്തിലെ വിധികർത്താക്കൾ കോഴ വാങ്ങി മത്സരം ഫലം അട്ടിമറിച്ചു എന്നൊരു ആരോപണം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ നടന്ന അറബനമുട്ട്, അതേപോലെ തന്നെ ദഫ്മുട്ട് പോലുള്ള മത്സര ഫലങ്ങളും ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് തുടർന്ന്, ഈ കോഴ ആരോപണത്തെ തുടർന്ന് നിലവിൽ ഇപ്പോൾ ഈ അപ്പീൽ കമ്മിറ്റി കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യോഗം ചേരുന്നുണ്ട്. ഈ രണ്ട് കോളേജിലെയും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഇവർ ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി തുടർ നടപടി ഉണ്ടാവുക. കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അതുകൊണ്ടാണ് താൽക്കാലികം നിർത്തിയത്. ഈ ചർച്ചയ്ക്ക് ശേഷം കലോത്സവം തുടർന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടി ഉണ്ടാവും. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.